ബൈയിങ് ഓർ സപ്പോർട്ടഡ് സർവീസിനെയാണ് നമുക്ക് കൊമേഴ്സ് എന്ന് പറയാൻ പറ്റുന്നത്. ഈ ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ ഒരു ഓൺലൈൻ മീഡിയത്തിൻ്റെ ഹെൽപ്പോട് കൂടി, അതായത് ചിലപ്പം ഇലക്ട്രോണിക് മീഡിയം പല ടൈപ്പുള്ള മീഡിയംസ് ആകാം. ഇപ്പോൾ ഇൻ്റർനെറ്റ് ഒരു മീഡിയമാണ്. അപ്പം അതുപോലെ ഏതെങ്കിലും ഒരു മീഡിയം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇ കൊമേഴ്സ് മീൻസ് ഇറ്റ്സ് എ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓർ ദ ട്രാൻസ്മിറ്റിംഗ് ഓഫ് ഫണ്ട്സ് ഓർ ഡേറ്റ ഓവർ ദ ഇലക്ട്രോണിക് നെറ്റ്വർക്ക്, പ്രൈമർലി ഓവർ ദ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ കൊമേഴ്സിൻ്റെ ആക്ഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നതിനാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നേരത്തെ നമ്മൾ കൊമേഴ്സിൻ്റെ കുറേ ആപ്ലിക്കേഷൻസ് കണ്ടായിരുന്നു. ആ കാര്യങ്ങളെല്ലാം ഒരു ഇലക്ട്രോണിക് മീഡിയം യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ. ഓക്കെ. ഇനി ഡിജിറ്റലി എനേബിൾഡ് കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ആൻഡ് എമോങ് ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻഡിവിജ്വൽസ്. അതായത് ഈ പറയുന്ന ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻസ് തമ്മിലാകാം, ഇൻഡിവിജ്വൽസ് തമ്മിലാകാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് തമ്മിലാകാം ഈ ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. ഇനി ഡിജിറ്റലി എനേബിൾഡ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസാക്ഷൻ മീഡിയേറ്റഡ് ബൈ ഡിജിറ്റൽ ടെക്നോളജി. അതായത് നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതൊരു ഡിജിറ്റൽ ട്രാൻസാക്ഷനാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഡിജിറ്റൽ ഹാർഡ്വെയർസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഹാർഡ്വെയർസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് നടത്തുന്നതെങ്കിൽ അതൊരു ഡിജിറ്റൽ എനേബിൾഡ് ട്രാൻസാക്ഷനാണ്. ഇനി വാട്ട് ഈസ് കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ? എക്സ്ചേഞ്ച് ഓഫ് വാല്യൂ അക്രോസ് ഓർഗനൈസേഷൻ ഓർ ഇൻഡിവിജ്വൽ ബൗണ്ടറീസ് ഇൻ റിട്ടേൺ ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. അപ്പോൾ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? എക്സ്ചേഞ്ച് ഓഫ് വാല്യൂ എന്ന് പറയുന്നത് മണിയാണ്. അക്രോസ് ഓർഗനൈസേഷണൽ ഓർ ഇൻഡിവിജ്വൽ ബൗണ്ടറീസ് ഇൻ റിട്ടേൺ ഫോർ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. അപ്പം അവർ പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഓർഗനൈസേഷൻസോ ഇൻഡിവിജ്വൽസോ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഡക്റ്റിനും സർവീസിനും ഒക്കെ നമ്മൾ ഒരു വാല്യൂ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ എന്താണെന്ന് മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. നമ്മുടെ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ഓർഗനൈസേഷൻസിൽ നിന്നോ ഇൻഡിവിജ്വൽസിൽ നിന്നോ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഓർ സർവീസ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് നമ്മളൊരു വാല്യൂ എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പം ആ എക്സ്ചേഞ്ച് ചെയ്യുന്ന വാല്യൂ ആണ് നമുക്ക് ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ പർച്ചേസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം അതിനെയാണ് കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. പല എക്സാമ്പിൾസ് ഉണ്ട്. ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളെല്ലാം ഇതിന് എക്സാമ്പിൾസ് ആണ്. അതുപോലെ ഒരുപാട് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സൈറ്റുകളുമുണ്ട്. അപ്പോൾ അതെല്ലാം ഈ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസിന് എക്സാമ്പിളാണ്. ഇനി ഇ കൊമേഴ്സ് ഓർ ഇലക്ട്രോണിക് കൊമേഴ്സ് ഈസ് എ മെത്തഡോളജി ഓഫ് മോഡേൺ ബിസിനസ് which addresses the need of business organizations, vendors and customers to reduce cost and improve the quality of goods and services while increasing the speed of delivery. അപ്പോൾ ഇ കൊമേഴ്സ് ഓർ ഇലക്ട്രോണിക് കൊമേഴ്സ് അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഈസ് എ മെത്തഡോളജി ഓഫ് മോഡേൺ ബിസിനസ്. ഒരു മെത്തഡോളജിയാണ്. എന്താണ് അത് ചെയ്യുന്നത്? വിച്ച് അഡ്രസ്സസ് ദ നീഡ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ്, വെൻഡേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സിൻ്റെയും ഓർഗനൈസേഷൻസിൻ്റെയും വെൻഡേഴ്സിൻ്റെയും നീഡ്സിനെ ഫുൾഫില്ല് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? ടു റെഡ്യൂസ് കോസ്റ്റ് ആൻഡ് ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വൈൽ ഇൻക്രീസിങ് ദ സ്പീഡ് ഓഫ് ഡെലിവറി. അപ്പോൾ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്? കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, പിന്നെ ഡെലിവറി സ്പീഡും ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇ കൊമേഴ്സിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇ കൊമേഴ്സിന് ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. അതിലൊരു ഡെഫിനിഷനാണ് ഈ പറയുന്നത്. ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് is a methodology of modern business which addresses the need of business organization, vendors and customers to reduce cost and improve the quality of goods and services while increasing the speed of delivery. ഇനി
നമ്മൾ ഇനി അടുത്ത മൊഡ്യൂളിലൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഈ ബിസിനസ് ഓർഗനൈസേഷൻസിനെയും വെൻഡേഴ്സിനെയും കസ്റ്റമേഴ്സിനെയും ഒക്കെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കുന്നത്. അതുപോലെ എങ്ങനെയാണ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്വാളിറ്റി എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളും, പിന്നെ ഡെലിവറി സ്പീഡ് എങ്ങനെയാണ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന മൊഡ്യൂളുകൾ പഠിച്ചു കഴിയുമ്പം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഡെഫിനേഷൻ ഫുള്ളായിട്ടാണ് നമ്മൾ ഈ ഇ-കൊമേഴ്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലെ ഓരോരോ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇനി ഇ-കൊമേഴ്സ് റെഫേഴ്സ് ടു ദ പേപ്പർലെസ് എക്സ്ചേഞ്ചസ് ഓഫ് ബിസിനസ് ഇൻഫർമേഷൻ യൂസിംഗ് ദ ഫോളോയിങ് ബേസ്: ഇലക്ട്രോണിക് ഡാറ്റ എക്സ്ചേഞ്ച് (EDI), ഇമെയിൽ, ഇലക്ട്രോണിക് ബുള്ളറ്റിൻ ബോർഡ്സ്, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, അതർ നെറ്റ്വർക്ക് ബേസ്ഡ് ടെക്നോളജീസ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഓരോരോ ടെക്നോളജീസ് ആണ്. EDI എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ്, ഇമെയിൽ എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കാം ഇ-കൊമേഴ്സ് അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ അതായത് ഇന്റർനെറ്റ് എന്ന് പറയുന്ന മീഡിയം യൂസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. അപ്പോൾ ആ മീഡിയത്തിൽ വരുന്ന പലതരം ടെക്നോളജീസിനെയാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്: ഇലക്ട്രോണിക് ഡാറ്റ എക്സ്ചേഞ്ച്, ഇലക്ട്രോണിക് മെയിൽ, ഇലക്ട്രോണിക് ബുള്ളറ്റിൻ ബോർഡ്സ്, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, അതർ നെറ്റ്വർക്ക് ബേസ്ഡ് ടെക്നോളജീസ്. അതിൻ്റെ ഒരു ഡയഗ്രം ഉണ്ട്. അപ്പോൾ ഈ ഡയഗ്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇ-കൊമേഴ്സിനെ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മുടെ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മീഡിയം വഴി ഏതൊക്കെ മീൻസ് ആണ് യൂസ് ചെയ്യുന്നത്. EFT യൂസ് ചെയ്യാം, EDI യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഇലക്ട്രോണിക് പബ്ലിഷിംഗ്, അതാണ് മാർക്കറ്റിംഗ്, അഡ്വർടൈസിങ്, സെയിൽസ്, കസ്റ്റമർ സപ്പോർട്ട്, അങ്ങനെയുള്ള പാർട്ടുകൾ വരുന്നത് ഇലക്ട്രോണിക് പബ്ലിഷിംഗ് ആണ്. അത് ചിലപ്പോൾ സോഷ്യൽ മീഡിയ ആയിരിക്കാം. ഇനി കോർപ്പറേറ്റ് ഡിജിറ്റൽ ലൈബ്രറി, ഇൻഫർമേഷൻ ഷെയറിംഗ്, കൊളാബറേറ്റീവ് വർക്ക്, അത് ചിലപ്പം ആ ബിസിനസ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് എല്ലാം ഇന്റർനെറ്റ് വഴി ഏതെങ്കിലും മീഡിയം യൂസ് ചെയ്തിട്ടായിരിക്കാം ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. അതിനാണ് കോർപ്പറേറ്റ് ഡിജിറ്റൽ ലൈബ്രറി എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഇലക്ട്രോണിക് മെസ്സേജിങ്, ഇമെയിൽ, ഫാക്സ്, അതുപോലെയുള്ള മീൻസ് യൂസ് ചെയ്തിട്ടായിരിക്കാം ട്രാൻസാക്ഷൻസ് നടത്തുന്നത്, അല്ലേ? ഇപ്പം നിങ്ങൾക്ക് പല രീതിയിലുള്ള ട്രാൻസാക്ഷൻസിൽ നിങ്ങൾ ഫെമിലിയർ ആയിരിക്കാം, അല്ലേ? നിങ്ങൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും മാത്രമായിരിക്കാം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ളത്. അതുകൂടാതെ ഒരുപാട് സൈറ്റുകളുണ്ട്. അപ്പോൾ ചിലർക്കൊക്കെ ഷോപ്പുകളും കാണും, ചിലർക്ക് ഷോപ്പുകളും കാണത്തില്ല. ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള ഇ-കൊമേഴ്സുകൾക്ക് അവർക്കൊരു പ്രത്യേക ഒരു ഷോപ്പ് ഉണ്ടായിരിക്കണമെന്നില്ല, ഒരു ഫിസിക്കൽ ഷോപ്പ് ഉണ്ടായിരിക്കണമെന്നില്ല. പക്ഷെ നിങ്ങൾ ലുലുവിന് ഇതുപോലെ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് ഉണ്ടല്ലേ? ലുലുവിൻ്റെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് കണ്ടിട്ടുണ്ടോ? ലുലുവിന് ഇതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെ തന്നെ അവരുടെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ ഇലക്ട്രോണിക് മാർക്കറ്റിൻ്റെയും ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് ഉണ്ട്. പക്ഷെ അവർക്ക് ഫിസിക്കൽ ഷോപ്പുകളും ഉണ്ട്. ഇപ്പം നമ്മുടെ കൊച്ചിയിലുള്ള ലുലു മാളിൽ തന്നെ അവർക്ക് ഫിസിക്കൽ ഷോപ്പും ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റും ഉണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഡെലിവറി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ആ ഫിസിക്കൽ ഷോപ്പിൽ പോയിട്ട് പ്രൊഡക്റ്റ് വാങ്ങിക്കാനും പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഇ-കൊമേഴ്സുകളും ഉണ്ട്. അതുപോലെ ഇലക്ട്രോണിക്കലി മാത്രമായിട്ട് ട്രാൻസാക്ഷൻസ് നടത്തുന്ന ഇ-കൊമേഴ്സുകളും ഉണ്ട്. ഇനി ഫീച്ചേഴ്സ്. ഇ-കൊമേഴ്സ് പ്രൊവൈഡ്സ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. കുറേ ഫീച്ചേഴ്സ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഏകദേശം അറിയാൻ പറ്റും. എന്തൊക്കെയാണ് ഇ-കൊമേഴ്സ് വഴിയുള്ള അഡ്വാൻറ്റേജസ്. കാരണം നിങ്ങൾ ഇതെല്ലാം യൂസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ ഇ-കൊമേഴ്സും യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഫിസിക്കലായിട്ട് നിങ്ങൾ ഒരു ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ചില കാര്യങ്ങളിൽ ഫിസിക്കൽ ഷോപ്പിൽ പോയി വാങ്ങുന്നതാണ് അഡ്വാൻറ്റേജ്, ചില കാര്യങ്ങളിൽ ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതായിരിക്കാം അഡ്വാൻറ്റേജസ്. അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ടും കമ്പയർ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ഡ്രസ്സൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ, അതുപോലെ ക്ലോത്തിങ് ഒക്കെയാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഓൺലൈനേക്കാൾ കൂടുതൽ കൺവീനിയൻസ് ചിലപ്പോൾ ഫിസിക്കൽ ഷോപ്പുകളായിരിക്കാം. ഇനി ചില പ്രൊഡക്റ്റുകളൊക്കെ, ഇലക്ട്രോണിക് പ്രൊഡക്റ്റുകളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോഴും ചിലപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കി വാങ്ങിക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അത് പറ്റണമെന്നില്ല, അല്ലേ? നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത് ഒരു ഡെമോ യൂസ് ചെയ്ത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഓൺലൈനിൽ സാധിക്കണമെന്നില്ല, അത് ചിലപ്പോൾ ഓഫ്ലൈനായിട്ടായിരിക്കാം സാധിക്കുന്നത്. അപ്പം നിങ്ങളുടെ രീതിയിൽ, ഓരോരുത്തരുടെയും രീതി കമ്പയർ ചെയ്യുമ്പോൾ പല രീതിയിലുള്ള വ്യത്യാസങ്ങളും ഇത് തമ്മിലുണ്ടാവാം. ഇ-കൊമേഴ്സ് ആണ് ഏറ്റവും ബെറ്റർ എന്ന് നമുക്ക് പറയാനും പറ്റില്ല. അതുപോലെ തന്നെ
നോർമൽ ട്രഡീഷണൽ കൊമേഴ്സ് ആണ് ബെറ്റർ എന്നും പറയാൻ പറ്റില്ല. രണ്ടിനും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇനി ഇ കൊമേഴ്സിന് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഈ ഫീച്ചേഴ്സ് ആണ് ആ ഫിസിക്കൽ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കൊമേഴ്സിൽ നിന്നും ഇതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. ഇനി ആ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തേത് നോൺ ക്യാഷ് പേയ്മെന്റ്. ഇ കൊമേഴ്സ് എനേബിൾസ് ദ യൂസ് ഓഫ് ക്രെഡിറ്റ് കാർഡ്സ്, ഡെബിറ്റ് കാർഡ്, സ്മാർട്ട് കാർഡ്, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ via ബാങ്ക്സ് വെബ്സൈറ്റ് ആൻഡ് അതർ മോഡ്സ് ഓഫ് ഇലക്ട്രോണിക് പേയ്മെന്റ്സ്. അപ്പോൾ ഈ നോൺ ക്യാഷ് പേയ്മെന്റ് എന്ന് പറയുന്നത് ഇ കൊമേഴ്സിന്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ ഇപ്പം നമ്മുടെ ട്രഡീഷണൽ കൊമേഴ്സിലും ഇതുപോലെയുള്ള നോൺ ക്യാഷ് പേയ്മെന്റ്സുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഇപ്പം നടക്കുന്ന ഒരു 80% പേയ്മെന്റ്സുകളും നോൺ ക്യാഷ് പേയ്മെന്റ്സ് തന്നെ ആയിരിക്കാം. ഇപ്പം എല്ലാ ചെറിയ ഷോപ്പുകളിൽ വരെയും നോൺ ക്യാഷ് പേയ്മെന്റ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ചില ഷോപ്പുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം അവിടെ കാർഡ് സ്വൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ പേടിഎമ്മോ ഗൂഗിൾ പേയോ അങ്ങനെയുള്ള ഏതെങ്കിലും പേയ്മെന്റ് മെത്തേഡ്സും ഉണ്ടായിരിക്കും അല്ലേ. ഇനി 24/7 സർവീസ് അവൈലബിലിറ്റി. ഇപ്പോൾ ഒരു ഫിസിക്കൽ ഷോപ്പാണെങ്കിൽ അതിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും അല്ലേ. ഓരോ ജിയോഗ്രാഫിക് ലൊക്കേഷൻസിൻ്റെയും ബേസ് ചെയ്തിട്ട് അത് ചിലപ്പം ക്ലോസ് ചെയ്യുന്ന സമയം അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന സമയമൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കാം. 24/7 സർവീസ് അവൈലബിൾ ആയിരിക്കണമെന്നില്ല. പക്ഷേ ഒരു ഇ കൊമേഴ്സ് സൈറ്റിന് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. 24/7 അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. നമ്മൾ ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ ആമസോണിലാണെങ്കിലും വൈകുന്നേരം 7 മണി വരെയോ അല്ലെങ്കിൽ 10 മണി വരെയോ ഒന്നും അല്ല അവരുടെ സർവീസ്. 24 മണിക്കൂർ അവരുടെ സർവീസ് അവൈലബിൾ ആണ്. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനും അതിൻ്റെ കസ്റ്റമർ സർവീസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. ഇനി അഡ്വർടൈസിംഗ് മാർക്കറ്റിംഗ്. ഇ-കൊമേഴ്സ് increases the reach of advertising of products and services of business. It helps in better marketing, management of product and services. അപ്പോൾ അഡ്വർടൈസിംഗ് മാർക്കറ്റിംഗ് ഒക്കെ ഇ-കൊമേഴ്സിൽ കുറച്ചുകൂടി ഈസിയാണ്. കാരണം ഓൺലൈൻ മീഡിയമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും. ഒരു 10 വർഷം മുമ്പോ 10 വർഷം മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ ഇ-കൊമേഴ്സ് സൈറ്റുകളൊന്നും അത്ര സ്ട്രോങ് അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളായിരുന്നു ഇ-കൊമേഴ്സ് സൈറ്റുകളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അറിയണം, അല്ലെങ്കിൽ ഏതെങ്കിലും സർവീസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് നിങ്ങൾ അറിയുന്നത് ഏതെങ്കിലും ന്യൂസ് പേപ്പേഴ്സ് വഴിയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രിന്റഡ് നോട്ടീസ് വഴിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പം അവിടെ കാണുന്ന ഏതെങ്കിലും ഹോർഡിംഗ് ബോർഡ് വഴിയായിരിക്കാം. അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു മീഡിയം വഴിയായിരിക്കും നിങ്ങൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പം അത് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തണമെന്നില്ല. ആ ന്യൂസ് പേപ്പർ യൂസ് ചെയ്യുന്ന ആൾക്കാർ മാത്രമായിരിക്കാം ചിലപ്പോൾ ആ ഇൻഫർമേഷൻ കാണുന്നത്. പക്ഷേ ആ പ്രൊഡക്റ്റ് ആവശ്യമായിട്ടുള്ള ആൾക്കാരിലേക്ക് ചിലപ്പോൾ അത് എത്തണമെന്നുമില്ല. അപ്പം അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആയിരുന്നു അല്ലേ. അപ്പോൾ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ന്യൂസ് പേപ്പേഴ്സിൽ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഒരുപാട് നോട്ടീസുകൾ അല്ലെങ്കിൽ ബ്രോഷേഴ്സ് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഒരുപാട് പരസ്യങ്ങൾ കൊടുക്കേണ്ടി വരും. ഇനി TV വഴിയോ റേഡിയോ വഴിയോ അല്ലെങ്കിൽ FM വഴിയോ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ മീഡിയം യൂസ് ചെയ്തിട്ട് അവർക്ക് അഡ്വർടൈസ്മെന്റ് ചെയ്യേണ്ടി വരും. അവരുടെ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പക്ഷേ ഇ-കൊമേഴ്സിന്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഒരു ഫോൺ ലോഞ്ച് ചെയ്തു, അല്ലെങ്കിൽ പുതിയൊരു ലാപ്ടോപ്പ് ലോഞ്ച് ചെയ്തു, TV ലോഞ്ച് ചെയ്തു. അപ്പം അങ്ങനെ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു എന്ന് നിങ്ങൾ അറിയുന്നത് ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് ചിലപ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് നിങ്ങളിലേക്ക് എത്തും. കാരണം ഓൺലൈൻ ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത് അത്രയ്ക്ക് സ്ട്രോങ് ആണ്. അപ്പം പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു എന്നുള്ളത് ഓൺലൈൻ വഴി നിങ്ങളുടെ അരികിലേക്ക് എത്രയും പെട്ടെന്ന് എത്തും. പക്ഷെ അവരുടെ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഓൺലൈനിൽ അവരുടെ അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുപോലെ തന്നെ നോർമൽ അഡ്വർടൈസ്മെന്റിനേക്കാളും കൂടുതൽ ആൾക്കാരിലേക്ക് അതിനെ എത്തിക്കാനും പറ്റും. അതുകൊണ്ട് അഡ്വർടൈസിംഗ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇ-കൊമേഴ്സിൽ വളരെ ചാൻസ് കൂടുതലാണ്, പക്ഷേ കോസ്റ്റ് വളരെ കുറവുമാണ്. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കാനും പറ്റും. ഇപ്പം നമുക്ക് തന്നെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഓൺലൈനായിട്ട് കിട്ടുവാണെങ്കിൽ നമ്മളത് പലർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ ഒക്കെ നമ്മൾ വീണ്ടും ഷെയർ ചെയ്ത് കൊടുക്കും. അവർ വീണ്ടും ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അല്ലാതെ ഒരു കൺവെൻഷണൽ മെത്തേഡിലുള്ള അഡ്വർടൈസ്മെന്റ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് ഷെയർ ചെയ്ത് പോകണമെന്നില്ല. ഇപ്പം നിങ്ങൾക്ക് ന്യൂസ് പേപ്പറിൽ ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടെങ്കിൽ അത് നിങ്ങൾ വേറെ ആരോടെങ്കിലും പറയണമെന്നോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണമെന്നോ ഇല്ല. പക്ഷെ ഓൺലൈനിൽ അങ്ങനെയല്ല. അത് ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇംപ്രൂവ്ഡ് സെയിൽസ്.
ഇംപ്രൂവ്ഡ് സെയിൽസ് എന്ന് പറയുന്നത് using e-commerce, orders for the products can be generated anytime, anywhere without any human intervention. It gives a big boost to existing sales volumes. ഇംപ്രൂവ്ഡ് സെയിൽസ് എന്ന് പറയാനായിട്ടുള്ള കാരണം ഇ കൊമേഴ്സിൽ അറ്റ് എ ടൈമിൽ എത്ര കസ്റ്റമേഴ്സിനെ വേണമെങ്കിലും എൻ്റർടൈൻ ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും വേണമെങ്കിൽ അറ്റ് എ ടൈം ഈ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓൺലൈനിലാണെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ 50 പേര് അല്ലെങ്കിൽ 47 പേര് ഒരു ഫിസിക്കൽ ഷോപ്പിലേക്കാണ് ഇപ്പം കടന്നു ചെല്ലുന്നത്, അവിടുന്ന് എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിക്കാനാണ് ചെല്ലുന്നതെങ്കിൽ അവിടെ ചിലപ്പം സെയിൽസ്മാൻസിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. ചിലപ്പോൾ 3-4 പേരെ കാണത്തുള്ളായിരിക്കും. അപ്പം നിങ്ങൾ 19 പേര് 50 പേരൊക്കെ ഒരുമിച്ച് ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരെയും സർവീസ് ചെയ്യാൻ അവർക്ക് പറ്റണമെന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, ഓരോ 5 പേരെ വെച്ചോ 4 പേരെ വെച്ചോ ഒക്കെ മാനേജ് ചെയ്ത് അവരുടെ സെയിൽസ് അവർക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് മാത്രമേ അടുത്ത ആളെ സെർവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളൊരു ഷോപ്പിംഗ് മാളിലാണ് ചെല്ലുന്നതെങ്കിൽ അവിടെ ചെന്ന് നിങ്ങൾ പ്രോഡക്റ്റ് എല്ലാം വാങ്ങി അല്ലെങ്കിൽ പ്രോഡക്റ്റ് എല്ലാം എടുത്ത് നിങ്ങളത് ബില്ല് ചെയ്യാനായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിലും അവിടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾ ക്യൂ നിൽക്കേണ്ടി വരും അല്ലേ. അവിടുത്തെ ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് നിങ്ങൾ ക്യൂവിൽ നിൽക്കേണ്ടി വരും. അല്ലാതെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ടൈമിൽ തന്നെ പർച്ചേസ് ചെയ്ത് ഇറങ്ങാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ ആൾ കുറവാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് പോരാം. ആൾ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷെ ഓൺലൈനിലാണ് അങ്ങനെ ഒരു പ്രശ്നമില്ല. സെയിൽസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. അപ്പം നിങ്ങളെല്ലാം ഒരുമിച്ച് ഓൺലൈനിൽ നിന്ന് അറ്റ് എ ടൈം പർച്ചേസ് ചെയ്താലും അവിടെ ഒരു പ്രോബ്ലം വരുന്നില്ല. വേറെ ആരെങ്കിലും പർച്ചേസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പാരലായിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറ്റ് എ ടൈം തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും. സെയിം പ്രൊഡക്റ്റോ ഡിഫറെൻറ്റ് പ്രൊഡക്റ്റോ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അത് സെയിൽസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു റീസണാണ്. ഇനി സപ്പോർട്ട്. ഇ-കൊമേഴ്സ് പ്രൊവൈഡ്സ് വേരിയസ് വേസ് ടു പ്രൊവൈഡ് pre-sales and post-sales assistance to provide better service to customers. ഇനി ഇ-കൊമേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സെയിൽസിലധികം ഹെൽപ്പ് ആവശ്യമായിട്ട് വരുന്നില്ല. സെയിൽസിൻ്റെ ടൈമിൽ ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ആവശ്യമായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഹ്യൂമൻ റിസോഴ്സിനെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. സപ്പോർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡെലിവറിയുടെ കാര്യത്തിലാണെങ്കിലും ട്രാക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ആ ഹ്യൂമൻ റിസോഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഹ്യൂമൻ റിസോഴ്സ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഹ്യൂമൻ റിസോഴ്സ് അല്ല യൂസ് ചെയ്യുന്നത്. പകരം 90% കാര്യങ്ങളും ഓൺലൈനായിട്ട് തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. നമ്മളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രമായിരിക്കാം അവിടെ ഒരു എക്സിക്യൂട്ടീവ്സോ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടായിരിക്കുന്നത്. അപ്പം നമുക്ക് പ്രീ സെയിൽസ് ആൻഡ് പോസ്റ്റ് സെയിൽസ് സർവീസുകൾ ബെറ്ററായിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇ-കൊമേഴ്സ് സൈറ്റുകളിലായിരിക്കാം കൂടുതൽ എളുപ്പം. കാരണം റീജിയൻ ബേസ്ഡ് ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഒരാളെ സെർവ് ചെയ്യാനായിട്ട് കൂടുതൽ എളുപ്പം ഇ-കൊമേഴ്സിലായിരിക്കാം. കാരണം ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്ഡ് ആണ്, ലാർജ്ലി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. കാരണം ഇ-കൊമേഴ്സ് എന്ന് പറഞ്ഞുള്ള സൈറ്റ് ഒരു ഏരിയ ബേസ്ഡ് അല്ല. ഇപ്പം ഒരു കൺട്രിയിലെ കാര്യം എടുക്കുകയാണ്, ഇന്ത്യയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ഷോപ്പിംഗ് സൈറ്റ് ഉണ്ടെങ്കിൽ അതൊരു റീജിയൻ ബേസ്ഡ് ആയിരിക്കണമെന്നില്ല. അവർക്കൊരു ബൗണ്ടറി കാണും. ആ ബൗണ്ടറി ബേസ്ഡ് ആയിരിക്കാം. അവരുടെ സർവീസ് എവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്യാമോ അവിടം വരെ അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം കേരളത്തിൽ മാത്രം ഒതുക്കണമെന്നില്ല, അല്ലെങ്കിൽ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഒരു ഫിസിക്കൽ ഷോപ്പാണെങ്കിൽ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഫിസിക്കൽ ഷോപ്പാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് ഇവിടെ കോട്ടയത്ത് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോട്ടയത്ത് ഏതെങ്കിലും ഒരു ഷോപ്പ് ഉണ്ടെന്ന് കരുതുക, ഒരു ഷോപ്പിംഗ് മാൾ ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ആ കോട്ടയത്തെ ഷോപ്പിംഗ് മാളിൻ്റെ സർവീസ് കിട്ടുന്നത് അതിന് ചുറ്റുമുള്ള കുറേ പേഴ്സൺസിനായിരിക്കാം അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക. മാക്സിമം ചിലപ്പോൾ ഇവിടെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നോ അല്ലെങ്കിൽ പാലായിൽ നിന്നോ അല്ലെങ്കിൽ ഏറ്റുമാനൂരിൽ നിന്നോ അങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെയുള്ള ആൾക്കാരായിരിക്കാം ആ കോട്ടയം വരെയുള്ള കോട്ടയത്തുള്ള ആ ഷോപ്പിംഗ് മാളിനെ ടാർഗറ്റ് ചെയ്യുന്നത്. അതുപോലെ ഒത്തിരി ദൂരത്തു നിന്നുള്ള ആൾക്കാരൊന്നും അങ്ങോട്ടേക്ക് വരണമെന്നില്ല. പക്ഷെ ഒരു ഇ-കൊമേഴ്സ്
ആ ഏരിയയെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാരായിരിക്കാം അവിടെ വരുന്നത്. ഇപ്പോൾ എറണാകുളത്തുള്ള ഒരാൾ കോട്ടയത്ത് വരണമെന്നുണ്ടോ? ഇല്ല. കാരണം എറണാകുളത്ത് വേറെ ഒരുപാട് ഷോപ്പിംഗ് മാളുകളുണ്ട്. അപ്പം അവിടെയുള്ള ആൾക്കാർ അവരുടെ നിയർ ബൈ ആയിട്ടുള്ള ഷോപ്പിംഗ് മാളുകളിലേക്കായിരിക്കും പോവുക. പക്ഷേ ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ ആമസോണിലോ അങ്ങനെയാണോ? അവർക്ക് അങ്ങനെ ഒരു ഏരിയ ബേസ്ഡ് അല്ലാത്തത് കൊണ്ട് ആർക്ക് വേണമെങ്കിലും ഫ്ലിപ്കാർട്ടിനെയോ ആമസോണിനെയോ ചൂസ് ചെയ്യാം. അത് ഏതെങ്കിലും ലൊക്കേഷൻ തേടി പോകണമെന്നോ ഒന്നുമില്ല. അപ്പോൾ അതെന്ന് പറയുന്നതും ഇ കൊമേഴ്സ് സൈറ്റുകൾക്ക് ബെനിഫിറ്റ്ഫുള്ളാണ്. അവർക്ക് ഏരിയ ബേസ്ഡ് അല്ലാത്തത് കൊണ്ട് അവർക്ക് മാക്സിമം ഏരിയ കവർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മാക്സിമം കസ്റ്റമേഴ്സിലേക്ക് റീച്ച് ചെയ്യാനായിട്ടും പറ്റും. ഇനി ഇൻവെന്ററി മാനേജ്മെന്റ്. E-commerce automates inventory management. Reports get generated instantly when required. Product inventory management becomes very efficient and easy to maintain. ഇപ്പോൾ ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇ കൊമേഴ്സ് സൈറ്റ് അല്ലെങ്കിൽ ഒരു ഇ കൊമേഴ്സ് ഉണ്ടെങ്കിൽ ആ ഇ കൊമേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമായിട്ട് വരും. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അവർക്ക് മെയിനായിട്ട് വേണ്ടത് പ്രൊഡക്ട്സ് വേണം, അതുപോലെ തന്നെ സെല്ലേഴ്സ് വേണം, ബയേഴ്സ് വേണം, അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇടയ്ക്ക് ഏതെങ്കിലും തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അവരുടെയും ഹെൽപ്പ് വേണം. പിന്നെ പേയ്മെൻറ്റ് മെത്തേഡ് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് ഏതെങ്കിലും പാർട്ണർ ബാങ്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിനാൻസ് കമ്പനിയോ വേണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഒരു ഇ കൊമേഴ്സ് റൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരു ഇ കൊമേഴ്സ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വേണം. ഇപ്പം നമ്മുടെ കൺസെപ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സും സെല്ലേഴ്സും ഉണ്ടെങ്കിൽ ആ ഇ കൊമേഴ്സിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനല്ല, ഒരു ഇ കൊമേഴ്സും സെല്ലേഴ്സും മാത്രം പോരാ, ആ പല ടൈപ്പ് സെല്ലേഴ്സ് വേണം. അപ്പോൾ ആ സെല്ലേഴ്സിന് കൺവീനിയൻ്റ് ആയിട്ടുള്ള പാർട്ണർ ബാങ്കുകൾ വേണം, നമുക്ക് പേയ്മെൻറ്റ് നടത്തണം. അതുപോലെ ഏത് ഏരിയയിലാണോ സർവീസ് ഉള്ളത് ആ ഏരിയയിലേക്ക് നമുക്ക് പ്രൊഡക്റ്റിനെ മൂവ് ചെയ്യാൻ പറ്റണം. അതായത് നമുക്ക് പ്രൊഡക്റ്റിനെ ഡെലിവറി ചെയ്ത് കൊടുക്കാൻ പറ്റണം. അപ്പോൾ അങ്ങനെ കൊറിയർ പാർട്ട്നേഴ്സ് ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് പാർട്ട്നേഴ്സ് ഒരു ഇ കൊമേഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പാർട്ട്നേഴ്സ് വന്നു കഴിയുമ്പോൾ ഇവരെയെല്ലാം മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പം നിങ്ങളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ ഇൻവെൻറ്ററിയിൽ അവിടെ ഒരു പ്രൊഡക്റ്റിനെ നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സെല്ലറിൻ്റെ പ്രൊഡക്റ്റാണ് പർച്ചേസ് ചെയ്തത്, ഇനി എക്സ്ട്രാ പ്രൊഡക്റ്റ് ആ സെല്ലറിൽ നിന്ന് ആവശ്യമുണ്ടോ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സിങ്ക്രണൈസ്ഡ് ആയിരിക്കണം. നമ്മളിവിടെ ബൈ ചെയ്യുന്ന ആക്ഷൻ നടക്കുന്നതിനോടൊപ്പം തന്നെ സെല്ലേഴ്സിൻ്റെ സൈഡിലും നമ്മൾ ചെയ്ത ഓരോ ട്രാൻസാക്ഷൻസും സിങ്ക്രണൈസ്ഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് പ്രൊഡക്റ്റിനെ മാനുഫാക്ചർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് മാനുഫാക്ചർ ചെയ്യാനായിട്ടുള്ള റോ മെറ്റീരിയൽസിനെ അതിനനുസരിച്ച് ഓരോ സീസൺ, ചില പ്രൊഡക്റ്റൊക്കെ സീസണലാണ് അല്ലേ, ചില സീസണിൽ മാത്രമേ ആ പ്രൊഡക്റ്റിനെ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിനനുസരിച്ച് നമ്മുടെ ബയേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് അനുസരിച്ചാണ് സെല്ലേഴ്സിൻ്റെ സൈഡിലും ഓരോരോ പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്യുന്നതും അതിനെ ബിൽഡ് ചെയ്യുന്നതും. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ ഒരു ഇ കൊമേഴ്സ് ലോഞ്ച് ചെയ്തു, ഒരു പുതിയ പ്രൊഡക്റ്റിനെ ലോഞ്ച് ചെയ്തു. അപ്പോൾ ആ പ്രൊഡക്റ്റിനെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യം ചിലപ്പോൾ കുറേ പേരൊക്കെ വാങ്ങിക്കുമായിരിക്കാം. പിന്നെ അത് ആ പ്രൊഡക്റ്റ് കൊള്ളില്ല എന്ന് കണ്ട് പിന്നെ അധികം ആരും വാങ്ങിക്കാതിരിക്കുകയാണെങ്കിൽ പിന്നെ ആ സെല്ലറ് അല്ലെങ്കിൽ ആ മാനുഫാക്ചറർ ആ പ്രൊഡക്റ്റിനെ വീണ്ടും ഉണ്ടാക്കണമെന്നില്ല. ഒന്നെങ്കിൽ അയാൾ അതിൻ്റെ ഡിഫക്റ്റ് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനെ റീഡിസൈൻ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിനെ മാർക്കറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യും, എന്നിട്ട് പുതിയൊരു പ്രൊഡക്റ്റിനെ ലോഞ്ച് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് അറിയാൻ പറ്റണം. അപ്പോൾ ഇ കൊമേഴ്സിൽ അത് വളരെ ഈസിയാണ്. ആ ഫീഡ്ബാക്ക് അറിയാമെന്നുള്ളത് ഇ കൊമേഴ്സിൽ വളരെ ഈസിയാണ്. ഇനി ഒരു ഫിസിക്കൽ സ്റ്റോറിൻ്റെ കാര്യം കൺസിഡർ ചെയ്യുക. പുതിയൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു, ഒരുപാട് പരസ്യമൊക്കെ കൊടുത്തു, എന്നിട്ട് ആ പ്രൊഡക്റ്റിനെ എല്ലാ ഷോപ്പുകളിലും കൊണ്ട് കൊടുക്കണം അല്ലേ. ആ ഫാക്ടറിയിൽ നിന്നും എല്ലാ ഷോപ്പുകളിലേക്കും അതിനെ കൊണ്ടുവന്ന് മൂവ് ചെയ്തു. അവിടെ ഒരുപാട് ട്രാൻസ്പോർട്ട് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ മൂവ് ചെയ്ത് ആ സ്ഥലത്ത് എത്താനായിട്ട്, ഓരോ ഷോപ്പുകളിലും എത്താനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും സമയം എടുത്ത് ആ ഷോപ്പുകളിലെത്തി ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് അപ്പോൾ അവർ ആ കടയിൽ വന്ന് ഫീഡ്ബാക്ക് പറയണമെന്നില്ല, എല്ലാവരും പറയണമെന്നില്ല. ചിലരൊക്കെ ആയിരിക്കും തിരിച്ചു വന്ന് കംപ്ലൈൻ്റ് ഒക്കെ പറയുന്നത്. അപ്പം ഇങ്ങനെ ആ കംപ്ലൈൻറ്റ് കേൾക്കാനായിട്ട് കുറേ സമയം എടുക്കും. അപ്പം ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ 1-2 മാസം കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടുന്നത്. അപ്പോൾ ആ 2 മാസത്തിനിടയ്ക്ക് ഈ കമ്പനി ഒരുപാട് പ്രൊഡക്റ്റിനെ പിന്നെ ഉണ്ടാക്കി ഇതുപോലെ പല സ്ഥലത്തേക്ക് കൊണ്ടുപോയി കൊടുത്തു കാണും. അപ്പോഴേക്കുമായിരിക്കാം
അവരുടെ ഫീഡ്ബാക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ മാർക്കറ്റിൽ നിന്ന് വിഡ്രോ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് വളരെ വലിയൊരു ലോസ് ആയിരിക്കും ഉണ്ടായിരിക്കും, വളരെ നഷ്ടം ഉണ്ടായിരിക്കും. കാരണം അവർ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാക്കി ഒരു 1.5 മാസം 2 മാസമൊക്കെ കഴിഞ്ഞായിരിക്കാം അവർക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവർക്ക് ആ ഫീഡ്ബാക്ക് കിട്ടിയത് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകണമെന്നില്ല. കാരണം ആ ഫീഡ്ബാക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പ്രൊഡക്ട്സിനെ അവർ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ അവർക്ക് വളരെ വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുക. പക്ഷെ ഒരു ഓൺലൈനിലാണെങ്കിൽ, ഒരു ഓൺലൈൻ ഇ കൊമേഴ്സിലാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു, ആരെങ്കിലും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ ചിലപ്പോൾ റിവ്യൂ വരാം, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ റിവ്യൂ വരാം. 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ആ പ്രോഡക്റ്റ് സക്സസ്ഫുൾ ആയോ ഫെയിലിയർ ആയോ എന്ന് നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ആ സെല്ലറിന് അതിനെ വിഡ്രോ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ റീഡിസൈൻ ചെയ്യാനായിട്ടോ പറ്റും. അപ്പം അതും ഇ കൊമേഴ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പ്രോഡക്റ്റിനെ വീണ്ടും റീഡിസൈൻ ചെയ്യണോ അല്ലെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടുക എന്നുള്ളത് ഇ കൊമേഴ്സിൽ വളരെ ഫാസ്റ്റാണ്. പക്ഷേ ഒരു നോർമൽ കൊമേഴ്സിൽ അത് വളരെ സ്ലോ പ്രോസസ്സാണ്. അത് വളരെ ലോസ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സും കൂടെയാണ്. ഇനി കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ്മെൻറ്റ്സ്. ഇ കൊമേഴ്സ് പ്രൊവൈഡ്സ് ways for faster, efficient, reliable communication with customers and partners. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ്മെൻറ്റ്സ് വളരെ കൂടുതലാണ്. കാരണം അവരുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫ്സ് എന്ന് പറയുന്നത് അവർക്ക് വേറെ ചുമതലകളൊന്നുമില്ല. അവർക്ക് ഈ കസ്റ്റമേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാം ഓൺലൈൻ വഴിയാണ് മാനേജ് ചെയ്യുന്നുള്ളത് കൊണ്ട് അവർക്ക് ഇൻഫർമേഷൻ കറക്റ്റായിട്ട് തന്നെ അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ അവർക്ക് ഇൻഫർമേഷൻസ് കിട്ടും. ഓരോ കസ്റ്റമേഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണെങ്കിലും അതിൻ്റെ ഫീഡ്ബാക്കുകളാണെങ്കിലും ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ അവർക്ക് കിട്ടുന്നത് കൊണ്ട് കസ്റ്റമേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. പക്ഷെ ഒരു ഫിസിക്കൽ സ്റ്റോറിലാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ ഒരു കസ്റ്റമർ കെയറിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹെൽപ്പ് തരാൻ പറ്റണമെന്നില്ല. അവർക്ക് പ്രോബ്ലം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സമയം വേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ ഫീഡ്ബാക്ക് അവിടെ എത്താനായിട്ട് സമയം വേണ്ടി വരും, ഏത് പ്രൊഡക്റ്റാണ് നമുക്ക് സെല്ല് ചെയ്തതെന്ന് അറിയാനായിട്ടും ഒക്കെ ടൈം വേണ്ടി വരും. കാരണം അവിടെ ഒരു ഓൺലൈൻ മാനേജ്മെൻറ്റ് സിസ്റ്റം ഇല്ല, ഒരു ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സിസ്റ്റം ഇല്ല. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ വളരെ വീക്കായിരിക്കും. പക്ഷേ ഒരു ഓൺലൈൻ ഇ കൊമേഴ്സിൽ കമ്മ്യൂണിക്കേഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും. അതിൻ്റെ ഒരു ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ട്. ട്രഡീഷണൽ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ, നമ്മൾ ഫിസിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിക്കുന്നതിനാണ് ട്രഡീഷണൽ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക്കലായിട്ട് നമ്മൾ ബൈയിങ് ഓർ ട്രേഡിംഗ് ട്രാൻസാക്ഷൻസ് നടത്തുന്നതിനാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് ജസ്റ്റ് ഒരു കമ്പാരിസൺ ആണ്. ട്രഡീഷണൽ കൊമേഴ്സ് ഹെവി ഡിപ്പെൻഡൻസി ഓൺ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഇനി ട്രഡീഷണൽ കൊമേഴ്സിൽ പറയുന്നത് ഹെവി ഡിപ്പെൻഡൻസി ഓഫ് ഇൻഫർമേഷൻ. അതായത് നമ്മളൊരു ഫിസിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിച്ചു കഴിയുമ്പോൾ അവിടെയുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പേഴ്സൺ ടു പേഴ്സൺ ആയിരിക്കാം. അവിടെ വേറെ ആരും ഇൻവോൾവ് ചെയ്യുന്നില്ല. നമ്മൾ ഏതെങ്കിലും ഒരു സെയിൽസ് പേഴ്സണോട് ചോദിച്ചിട്ടോ ഒക്കെ ആയിരിക്കാം നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ആ സെയിൽസ് പേഴ്സണുമായിട്ടായിരിക്കാം. നമ്മൾ പിന്നെ ഫീഡ്ബാക്ക് കൊടുക്കുന്നതും ചിലപ്പം ആ സെയിൽസ് പേഴ്സണുമായിട്ടായിരിക്കാം. അപ്പം അവിടെ ഇൻഫർമേഷൻ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് പേഴ്സൺ ടു പേഴ്സൺ ആയിരിക്കാം. ഇനി ഇ കൊമേഴ്സിൽ എങ്ങനെയാണ്? Information sharing is made easy via electronic communication channels, making little dependency on person-to-person information exchange. ഇ-കൊമേഴ്സിലാണെങ്കിൽ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ചാനൽസ് വഴിയാണ് നമ്മൾ ട്രാൻസാക്ഷൻ നടക്കുന്നത്. അപ്പോൾ അതെല്ലാം ആ ഇ-കൊമേഴ്സിൽ റെക്കോർഡഡ് ആയിരിക്കാം. പക്ഷേ അവിടെ ഒരു ഹ്യൂമൻ ഇൻട്രപ്ഷൻ വരുന്നില്ല. പകരം എല്ലാം ഓൺലൈനായിട്ടായിരിക്കാം മാനേജ് ചെയ്യുന്നത്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പേഴ്സൺ ടു പേഴ്സൺ ആയിരിക്കണമെന്നില്ല. പേഴ്സൺ ടു പേഴ്സൺ ആയിരിക്കുന്നത് നമുക്ക് ചിലപ്പം റീസെയിലോ പോസ്റ്റ് സെയിലോ സർവീസസ് ആവശ്യമായിട്ട് വരുമ്പോൾ മാത്രമായിരിക്കും പേഴ്സൺ ടു പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അല്ലാത്ത ടൈമിൽ അത് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ചാനൽസ് വഴിയായിരിക്കാം ആ കമ്മ്യൂണിക്കേഷൻ നടക്കുക. ഇനി ട്രഡീഷണൽ കൊമേഴ്സിൻ്റെ അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് communication transactions are done in synchronized way. Manual intervention is required for each communication or transaction. ഇനി അതെന്താണ് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ ട്രാൻസാക്ഷൻ ആർ ഡൺ ഇൻ സിങ്ക്രണസ് വേ. മാനുവൽ ഇന്റർവെൻഷൻ ഈസ് റിക്വയർഡ് ഫോർ ഈച്ച് കമ്മ്യൂണിക്കേഷൻ ഓർ ട്രാൻസാക്ഷൻ. ഇപ്പോൾ നമ്മൾ ഒരു ഷോപ്പിൽ പോയിട്ട് ചിലപ്പോൾ ആ സെയിൽസ് പേഴ്സൺ നമ്മളെ
ആ സെയിൽസ് പേഴ്സണോട് സംസാരിച്ച് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ പല ഷോപ്പിലും പല രീതിയിലായിരിക്കാം. അപ്പോൾ അത് ഹെവിലി ഡിപ്പെൻഡൻ്റ് ഓൺ പേഴ്സൺ ആയിരിക്കാം. ഒരു പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്താണ് അവിടുത്തെ ബൈയിങ് ഓർ സെല്ലിങ് ഇരിക്കുന്നത്. അപ്പോൾ ചിലടത്ത് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ആ സെയിൽസ് പേഴ്സണെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ സെയിൽസ് പേഴ്സൺ പറയുന്നത് നമുക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ സെയിൽസ് പേഴ്സൺ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നില്ല. ഇനി ചിലടത്ത് ചെന്ന് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് മോശമായാലും ചിലപ്പോൾ ആ സെയിൽസ് പേഴ്സൺ നല്ല രീതിയിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ പ്രോഡക്റ്റിനെ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചിലപ്പം ആ പ്രോഡക്റ്റിനെ വാങ്ങിച്ചേക്കാം. ഇനി ഇ കൊമേഴ്സിൽ എങ്ങനെയാണ്? Communication or transaction can be done in a synchronous way. Electronic system automatically handle when to pass communication to required person or do the transaction. അപ്പോൾ ഇ കൊമേഴ്സിൽ അതൊരു അസിങ്ക്രണസ് വേ ആണ്. ഏത് ടൈമിൽ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആ ട്രാൻസാക്ഷൻസ് പോസിബിൾ ആണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുമിച്ച് ചെയ്യണമെന്നില്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇന്നൊരു പ്രൊഡക്റ്റിനെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിനെ കാർട്ടിലെടുത്തിട്ടു, പിന്നീട് നമുക്ക് ഉടനെ തന്നെ പർച്ചേസ് ചെയ്യണമെന്നില്ല. നമ്മുടെ കാർട്ടിൽ അത് കിടന്നോളും. പിന്നീട് എപ്പോഴെങ്കിലും നമുക്കത് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ അവിടുന്ന് അതിനെ റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൺവീനിയൻസ് ആണ് അല്ലേ. പക്ഷെ ഒരു ഫിസിക്കൽ ഷോപ്പിലാണെങ്കിൽ അത് പോസിബിൾ ആയിരിക്കണമെന്നില്ല. നമുക്ക് ഒരു പ്രൊഡക്റ്റിനെ എടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പർച്ചേസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അവിടെ പല കൺസ്ട്രെയിൻസ് ഉണ്ടായിരിക്കാം. ടൈം എന്ന് പറയുന്ന ഒരു കൺസ്ട്രെയിൻ്റ് ആണ്. അതുപോലെ തന്നെ അത് സെയിൽസ് പേഴ്സൻ്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും ഓരോ കൺസ്ട്രെയിൻസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ട്രഡീഷണൽ കൊമേഴ്സിൽ പോസിബിൾ ആയിരിക്കണമെന്നില്ല. പക്ഷേ ഈ കൊമേഴ്സിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പോസിബിൾ ആണ്. അതുകൊണ്ടാണ് അസിങ്ക്രണസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിലൂടെ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഹാൻഡിൽസ് when to pass communication to required person or do the transaction. എപ്പോഴാണ് ആ ട്രാൻസാക്ഷൻ പോസിബിൾ ആക്കേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക് സിസ്റ്റം തന്നെയായിരിക്കാം. ഇനി it is difficult to establish and maintain standard practices in traditional commerce. It is difficult to establish and maintain standard practices in traditional commerce. അത് മെയിൻ ചെയ്യുന്നത് പല രീതിയിലുള്ള പല ബേസിലായിരിക്കാം ബൈയിങ് ഓർ സെല്ലിങ് നടക്കുക. നമ്മളൊരു ഫിസിക്കൽ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ പല രീതിയിൽ അവിടുത്തെ സെല്ലിങ് നടക്കാം. ചിലപ്പോൾ നമ്മൾ തന്നെ സെൽഫ് സർവീസ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സെയിൽസ് പേഴ്സൺ കാണും, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഹെൽപ്പ് ചെയ്യാനായിട്ട് ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കാം. അങ്ങനെ പല രീതിയിലായിരിക്കാം നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ട്രഡീഷണൽ കൊമേഴ്സിൽ എന്ന് പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഇ കൊമേഴ്സിനേക്കാളും കുറച്ചുകൂടെ ഡിഫിക്കൽട്ടി ഉണ്ടാവാം. ഇ കൊമേഴ്സിലാണെങ്കിൽ നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ അറ്റ് എ ടൈമിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പം പല കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റിനെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ഫിസിക്കൽ ഷോപ്പിലാണെങ്കിൽ നമ്മൾ ചിലപ്പം പല ഷോപ്പുകളും പല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കാം. ചിലപ്പം ഇലക്ട്രോണിക് ഇതിനു വേണ്ടി മാത്രമായിട്ടൊരു ഷോപ്പ് കാണാം, ക്ലോത്തിങ്ങിന് വേണ്ടി മാത്രമായിട്ടൊരു ഷോപ്പ് കാണാം. അങ്ങനെ പല കാര്യങ്ങൾക്കും പല ഷോപ്പുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ പലയിടത്തും ബില്ലിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിരിക്കാം. പക്ഷേ ഇവിടെ അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇനി കമ്മ്യൂണിക്കേഷൻസ് ഓഫ് ബിസിനസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻഡിവിജ്വൽ സ്കിൽസ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ട്രഡീഷണൽ കൊമേഴ്സിലാണെങ്കിൽ അവിടെയുള്ള സെയിൽസ് പേഴ്സൻ്റെയോ അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരുടെ സ്കിൽസ് പോലെയാണ്. അവരുടെ ഇൻഡിവിജ്വൽ സ്കിൽസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവരുടെ ബിസിനസ് വർക്കൗട്ട് ചെയ്യുന്നത്. ചിലപ്പം അവിടെയുള്ള സെയിൽസ് പേഴ്സൻ്റെ കമ്മ്യൂണിക്കേഷൻ വഴി ആ പ്രൊഡക്റ്റിനെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരുപാട് സെയിൽസ് ഉണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ സെയിൽസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കാം. ഇനി ഇ കൊമേഴ്സിലാണെങ്കിൽ ഇ കൊമേഴ്സ് ഇലക്ട്രോണിക് മാർക്കറ്റ് ദർ ഈസ് നോ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ. അവിടെ ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഇല്ല. പകരം അവരെങ്ങനെയാണോ പ്രൊഡക്റ്റിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, അവരുടെ സൈഡിൽ എങ്ങനെയാണോ പ്രൊഡക്റ്റിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ വന്നിരിക്കുന്ന ഫീഡ്ബാക്കുകൾ, റിവ്യൂസ്, അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിലായിരിക്കാം ഇ കൊമേഴ്സിൽ നിന്ന് വാങ്ങിക്കുന്നത്. പക്ഷേ ട്രഡീഷണൽ കൊമേഴ്സിൽ അവിടെ ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷൻ വരുന്നുണ്ട്. ഇനി ട്രഡീഷണൽ കൊമേഴ്സിൽ അൺഅവൈലബിലിറ്റി ഓഫ് എ യൂണിഫോം പ്ലാറ്റ്ഫോം ആസ് ട്രഡീഷണൽ കൊമേഴ്സ് ഡിപ്പെൻഡ്സ് ഹെവിലി ഓൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അവിടെ ഒരു യൂണിഫോം പ്ലാറ്റ്ഫോം പേഴ്സണൽ കമ്മ്യൂണിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണമെന്നില്ല.
പകരം ഇ-കൊമേഴ്സിലാണെങ്കിൽ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് പ്രൊവൈഡ്സ് യൂസർ എ പ്ലാറ്റ്ഫോം വെയർ ഓൾ ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ അറ്റ് വൺ പ്ലേസ്. ഇ-കൊമേഴ്സിലാണെങ്കിൽ ഒരുപാട് ഇൻഫർമേഷൻസിനെ ഒരു പ്ലേസിൽ നിന്ന് നമുക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റും. ട്രഡീഷണൽ കൊമേഴ്സിലാണ് അങ്ങനെ പറ്റണമെന്നില്ല. ചില ഇൻഫർമേഷൻസ് ഒരാളിൽ നിന്ന് കിട്ടും, ചിലപ്പോൾ അതിൽ കൂടുതൽ ഇൻഫർമേഷൻ അടുത്ത ആളിൽ നിന്ന് കിട്ടുമായിരിക്കാം. അങ്ങനെ പല ആൾക്കാരും ആ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കാം നിൽക്കുക. അപ്പോൾ ആൾക്കാരെ ബേസ് ചെയ്തിട്ടായിരിക്കാം അവരുടെ പ്രൊഡക്റ്റിൻ്റെ ഇൻഫർമേഷൻസിനെ കുറിച്ചും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളും സെല്ലിങ്ങിനെ കുറിച്ചും ബൈങ്ങിനെ കുറിച്ചും ഒക്കെ ഉള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കാം. പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ട്രഡീഷണൽ കൊമേഴ്സ് നയിക്കുന്നത്. പക്ഷേ ഇ-കൊമേഴ്സിൽ അങ്ങനെ ഒരു പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കില്ല പ്രൊഡക്റ്റിൻ്റെ സെല്ലിങ്ങും ബൈയിങ്ങും ക്കുന്നത്. ഇനി നോ യൂണിഫോം പ്ലാറ്റ്ഫോം ഫോർ ഇൻഫർമേഷൻ ഷെയറിംഗ് ആസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഹെവിലി ഓൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇ-കൊമേഴ്സ് പ്രൊവൈഡ് എ യൂണിവേഴ്സൽ പ്ലാറ്റ്ഫോം ടു സപ്പോർട്ട് കൊമേഴ്ഷ്യൽ ബിസിനസ് ആക്ടിവിറ്റീസ് അക്രോസ് ദ ഗ്ലോബ്. അപ്പം ഒരു യൂണിവേഴ്സൽ പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നത് ഇ-കൊമേഴ്സ് ആണ്. പക്ഷേ ട്രഡീഷണൽ കൊമേഴ്സിൽ അങ്ങനെ ഒരു യൂണിഫോം പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യണമെന്നില്ല. അത് ചിലപ്പോൾ റീജിയൻ ബേസ്ഡ് ആയിരിക്കാം, ലാംഗ്വേജ് ബേസ്ഡ് ആയിരിക്കാം, അങ്ങനെ പല രീതിയിലായിരിക്കാം ട്രഡീഷണൽ കൊമേഴ്സിൽ വർക്ക് ചെയ്യുക. പക്ഷേ ഇ-കൊമേഴ്സിൽ അത് യൂണിവേഴ്സൽ പ്ലാറ്റ്ഫോമാണ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇന്നത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാം.